നമ്മളിൽ പലരുടെയും കുട്ടിക്കാലം മനോഹരമാക്കിയ എന്തിനേയും പച്ചക്ക് തിന്നുന്ന ബെയർ ഗ്രിൽസ് 1996-ൽ തന്റെ 21ാമത്തെ വയസ്സിൽ UK-ലെ സ്പെഷ്യൽ ഫോഴ്സ് ആയിട്ടുള്ള SISൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാരഷൂട്ട് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് 16,000 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുകയും അദ്ദേഹത്തിന്റെ പാരഷൂട്ട് ഓപ്പൺ ആവാതെ നിലത്തടിച്ച് വീഴുകയും ചെയ്യുന്നു. ആ ഒരു അപകടത്തിൽ അദ്ദേഹത്തിന്റെ നട്ടലിലെ 3 പ്രധാനപ്പെട്ട എല്ലുകൾ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇനി എഴുന്നേറ്റ് നടക്കാൻ സാധിക്കത്തില്ല എന്നായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാര് വിധി എഴുതിയത്. എന്നാൽ ആ ഒരു അപകടം കഴിഞ്ഞ് 18 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം 1998 മെയ് 16-ാം തീയതി ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയ മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കുന്നു. ആ കാലത്ത് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രിട്ടീഷുകാരനായിട്ട് അദ്ദേഹം മാറുകയും ചെയ്യുന്നു. ചലിക്കാൻ പോലും കഴിയാതെ 1 വർഷത്തോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് അതേ ആശുപത്രി മുറിയിൽ തൂക്കിയിട്ട മൗണ്ട് എവറസ്റ്റിന്റെ ചിത്രമായിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തെ സഹായിച്ച പ്രധാന മോട്ടിവേഷൻ. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അദ്ദേഹം ഡിസ്കവറി ചാനലിലെ മാൻ വിസിസ് വൈൽഡ് എന്ന പ്രോഗ്രാമിലേക്ക് എത്തുന്നത്.